എൻ്റെ മക്കളെ, ഇന്ത്യ ഇംഗ്ലണ്ട് അവസാന T20 കിടിലൻ മത്സരം എന്ന് പറഞ്ഞാൽ കിടിലൻ മത്സരമായിരുന്നു. സഞ്ജു സാംസണും അതുപോലെ തന്നെ അഭിഷേക് ശർമ്മയായിരുന്നു ഓപ്പൺ ചെയ്തത്. തുടക്കം തുടങ്ങിയ സഞ്ജു സാംസൺ അടിച്ച് പറത്തുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. ഒരു ഓവർ മാത്രമാണ് സഞ്ജുവിന് ബാറ്റ് ചെയ്യാൻ സാധിച്ചുള്ളൂ. 16 റൺസ് അദ്ദേഹം സ്വന്തമാക്കി, 2 സിക്സും 1 ഫോറും അടക്കമാണ് അദ്ദേഹത്തിൻ്റെ 16. തുടക്കം തന്നെ സഞ്ജു സാംസണിൻ്റെ ഒരു വെടിക്കെട്ട് ബാറ്റിങ്ങിലാണ് കളി തുടങ്ങിയത്. പിന്നീട് സഞ്ജുവിന് ശേഷം അഭിഷേക് ശർമ്മയുടെ ഒരു താണ്ഡവം തന്നെയായിരുന്നു ഈ ഒരു മത്സരം. കളി ഇത്രയും വലിയൊരു ടോട്ടലിലേക്ക് എത്തിക്കാൻ സാധിച്ചു. 247 എടുക്കാൻ ഇന്ത്യക്കായി. പിന്നീട് വന്ന തിലക് വർമ്മ 24 എടുത്തു, ശിവൻ ദുബെ 30 റൺസ് എടുത്തു, അക്ഷർ 15 റൺസ്. ടോപ്പ് സ്കോറായത് അഭിഷേക് ശർമ്മ തന്നെയാണ്. 135 റൺസാണ് 54 ബോളിൽ അദ്ദേഹം സ്വന്തമാക്കിയത്. അദ്ദേഹത്തിൻ്റെ ഒരു വെടിക്കെട്ട് ഇന്നിങ്സ് തന്നെയാണ് ഇന്ത്യയുടെ ഈ ഒരു ടോട്ടൽ, ഇത്രയും മികച്ചൊരു ടോട്ടലിലേക്ക് എത്താൻ ഇന്ത്യക്കായത്. 13 സിക്സും 7 ഫോറും അടക്കമാണ് അദ്ദേഹത്തിൻ്റെ ഈ ഒരു കിടിലിന് ഒരു ബാറ്റിങ് നമുക്ക് ഈ ഒരു മത്സരത്തിനകത്ത് കാണാൻ സാധിച്ചു. ഇംഗ്ലണ്ട് ബോളേഴ്സിനെ അടിച്ച് പറത്തുന്ന കാഴ്ച. അതുപോലെ തന്നെ ഇന്ത്യയുടെ ബോളിംഗ് നിരയാണെങ്കിലും നല്ലൊരു ബോളിംഗ് നിര തന്നെയാണ് ഇന്നത്തെ മത്സരം ഇംഗ്ലണ്ടിനെതിരെ കാണാൻ സാധിച്ചത്. അവർ 97 ഓൾ ഔട്ടാവുന്ന 10 ഓവറിൽ കളി തീരുന്ന കാഴ്ച ഇംഗ്ലണ്ടിൻ്റെ ബാറ്റിംഗ് നിര തകർന്നടിക്കുന്ന കാഴ്ചയാണ് ഇന്നത്തെ മത്സരം നമുക്ക് കാണാൻ സാധിച്ചത്. ഇന്ത്യക്ക് വേണ്ടി മുഹമ്മദ് ഷാമി 3 വിക്കറ്റ്, വരുൺ ചക്രവർത്തി 2 വിക്കറ്റ്, രവി ബിഷ്ണോയ് 1, ശിവൻ ദുബെ 2, അഭിഷേക് ശർമ്മ 2 വിക്കറ്റ്. അങ്ങനെയാണ് ഇന്ത്യയുടെ ബോളിംഗ് നിരയിലും ബാറ്റിംഗ് നിരയിലും ഒരുപോലെ തിളങ്ങുന്ന ഒരു കാഴ്ച ഇന്നത്തെ മത്സരത്തിനകത്ത് കാണാൻ സാധിച്ചു. അങ്ങനെ ഇന്ത്യക്ക് 150 റൺസിൻ്റെ വിജയം. T20 5 T20യിൽ 1 T20 മാത്രമാണ് ഇംഗ്ലണ്ട് ജയിച്ചത്. ബാക്കി 4 മത്സരവും ഇന്ത്യ തൻ്റെ കൈപ്പടിയിൽ ഒതുക്കി. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ. ബൈ.